ഹായ് കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈഡ്രോപോണിക്സ് വരെയല്ലേ പഠിച്ചു നിർത്തിയത്. നമുക്കിനി ഈ ക്ലാസ്സിൽ അടുത്ത ഭാഗം പഠിക്കാം. പോകാം അടുത്ത പാർട്ടിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ. എന്താണ് വിത്ത് മുളയ്ക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാം, അതാണ് നമ്മളിനി അടുത്ത ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ജെർമിനേറ്റ് സീഡ്സ് ഓഫ് ടാമറിൻ, ജാക്ക് ഫ്രൂട്ട്, കാഷ്യൂ, റൈസ് ആൻഡ് കോൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? പുളുങ്കുരു, ചക്കക്കുരു, കശുവണ്ടി, നെല്ല്, ചോളം തുടങ്ങിയ വിത്തുകൾ മുളപ്പിച്ചു നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ ചേഞ്ചസ് ദാറ്റ് ദ സീഡ് അണ്ടർഗോസ് ആസ് ഇറ്റ് ജെർമിനേറ്റ്സ്. വിത്ത് മുളയ്ക്കുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളോട് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കെയർഫുള്ളി ഒബ്സർവ് ദ ജെർമിനേറ്റഡ് സീഡ്സ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് മുള വന്ന വിത്തുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാനാ? കെയർഫുള്ളി ഓപ്പൺ ദ സീഡ് ആൻഡ് ഡ്രോ ദ കോട്ട്ലിഡൻ ആൻഡ് എൻഡോസ്പേം ഇൻ ദ സയൻസ് ഡയറി. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? മുളച്ച സീഡിനെ കെയർഫുള്ളി ആയിട്ട്, അതായത് ശ്രദ്ധയോടുകൂടി പൊളിച്ചു നോക്കി അതിനകത്തുള്ള കോട്ട്ലിഡനെയും എൻഡോസ്പേമിൻ്റെയും ചിത്രം ആ സീഡ് നോക്കി വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുമല്ലോ. സീഡ് ജെർമിനേഷൻ എന്ന് വെച്ചാൽ എന്തോ? വിത്ത് മുളയ്ക്കൽ. നോക്കിക്കേ, ദ സീഡ് ബിക്കംസ് സോക്കഡ് ആൻഡ് ദ ഔട്ടർ ഷെൽ ബേഴ്സ്റ്റ്. എന്ന് വെച്ചാൽ എന്തുവാ? വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു അല്ലേ. ആദ്യം നമ്മൾ എന്താ സീഡ് ജെർമിനേഷൻ, അതായത് വിത്ത് മുളയ്ക്കലിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്താ ചെയ്യുന്നത്? വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ഓക്കെ, ഫസ്റ്റ് ദ റാഡിക്കൽ ആൻഡ് ദെൻ ദ പ്ലമ്യൂൾ എമർജ്. റാഡിക്കിൾ, ആദ്യം റാഡിക്കിളും പിന്നീട് പ്ലമ്യൂളും പുറത്തു വരുന്നു. അപ്പോൾ ആദ്യം പുറത്തു വരുന്നത് എന്താ? റാഡിക്കിൾ അല്ലേ. പിന്നീട് പ്ലമ്യൂൾ. റാഡിക്കിൾ എന്ന് വെച്ചാൽ മലയാളത്തിൽ ബീജമൂലം, പ്ലമ്യൂൾ എന്ന് വെച്ചാൽ മലയാളത്തിൽ ബീജശീർഷം. അപ്പോൾ ആദ്യം റാഡിക്കിളും പിന്നീട് പ്ലമ്യൂളും വിത്ത് പൊട്ടി പുറത്തു വരുന്നു. മനസ്സിലായല്ലോ? അടുത്ത, ദ റാഡിക്കൽ ബിക്കംസ് ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ എന്താണ് ചെടിയുടെ വേരായി മാറുന്നത്? എന്താ? റാഡിക്കിൾ അല്ലേ, ബീജമൂലം. എന്താണ് ചെടിയുടെ വേരായിട്ട് മാറുന്നത്? ദ റാഡിക്കിൾ ബിക്കംസ് ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. മനസ്സിലായല്ലോ? അതായത് റാഡിക്കിളാണ് ചെടിയുടെ വേരായിട്ട് മാറുന്നത്, ബീജമൂലമാണ് ചെടിയുടെ വേരായി മാറുന്നത്. ഓക്കെ ആണല്ലോ. ദ പ്ലമ്യൂൾ ബിക്കംസ് ദ സ്റ്റെം ആൻഡ് ലീഫ്. അപ്പോൾ എന്താണ് സ്റ്റെമ്മും ലീഫും ഒക്കെ ആയിട്ട് മാറുന്നത്? പ്ലമ്യൂൾ അല്ലേ. പ്ലമ്യൂളാണ് ചെടിയുടെ സ്റ്റെമ്മും തണ്ട്, സ്റ്റെം എന്ന് വെച്ചാൽ തണ്ടും ഇലയുമായി മാറുന്നത്. അതായത് പ്ലമ്യൂൾ എന്ന് വെച്ചാൽ ബീജശീർഷം. ഈ പ്ലമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷമാണ് ചെടിയുടെ തണ്ടും ഇലയും സ്റ്റെമ്മും ലീഫുമായിട്ട് മാറുന്നത്. ഓക്കെ ആയല്ലോ. ദ ഗ്രോയിങ് പ്ലാന്റ് കൺസ്യൂംസ് ദ ഫുഡ് സ്റ്റോർഡ് ഇൻ ദ കോട്ട്ലിഡൻ ഓർ എൻഡോസ്പേം അണ്ടിൽ ഫോട്ടോസിന്തസിസ് ഈസ് ഫുള്ളി ഫങ്ഷണൽ. എന്താണ്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ. നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, ശരിയല്ലേ? നമുക്ക് ഇലകൾ വന്നെങ്കിലല്ലേ നമുക്ക് പ്രകാശ സംശ്ലേഷണം വഴി ഫുഡ് ഉണ്ടാക്കാൻ ചെടികൾക്ക് സാധിക്കുകയുള്ളൂ. അതെ. അപ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ഈ ബീജപത്രം, അതായത് ബീജപത്രം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കോട്ട്ലിഡൻ അല്ലേ. കോട്ട്ലിഡണിലോ അല്ലെങ്കിൽ എൻഡോസ്പേമിലോ സ്റ്റോർ ചെയ്തിട്ടുള്ള, കരുതി വെച്ചിട്ടുള്ള ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ എവിടെയാണ് അപ്പം ഇത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് വരെ ഈ വളർന്നു വരുന്ന ചെടിക്ക് ആവശ്യമായ ആഹാരം എവിടെയാണ് സംഭരിച്ച് വെച്ചിരിക്കുന്നത്? കോട്ട്ലിഡൻ അല്ലേ. കോട്ട്ലിഡൻ ഓർ എൻഡോസ്പേം, ബീജപത്രത്തിലോ അല്ലെങ്കിൽ ബീജാന്നത്തിലോ ആണ് ചെടികൾക്ക് വളരുന്നതിനാവശ്യമായ ഭക്ഷണം കരുതി വെച്ചിരിക്കുന്നത്. നമുക്ക് മുകളിൽ അതിൻ്റെ കോട്ട്ലിഡൻ്റെ ചിത്രമൊക്കെ നമ്മൾ പഠിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. വൈ ഡു പ്ലാന്റ്സ് സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ്? സസ്യങ്ങൾ വിത്തിൽ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണ്? വാട്ട് സീഡ്സ് ഡു വി ഈറ്റ്? ഏതെല്ലാം വിത്തുകളാണ് നമ്മൾ ആഹാരമാക്കുന്നത്? ഒക്കെ നിങ്ങളോട് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കിക്കേ. പ്ലാന്റിങ് വിത്തൗട്ട് സീഡ്സ് എന്ന് വെച്ചാൽ എന്തുവാ? വിത്തില്ലാതെയും നമുക്ക് എന്തുണ്ടാക്കാം? ചെടികളുണ്ടാക്കാം അല്ലേ. പ്ലാന്റിങ് വിത്തൗട്ട് സീഡ്സ്, അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കേ. ആർ സീഡ്സ് ദ ഓൺലി പ്ലാന്റിങ് മെറ്റീരിയൽ യൂസ്ഡ്? എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളാണോ നടീൽ വസ്തുക്കളായി ഉപയോഗിക്കുന്നതാണോ? നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം എന്തുവാ? ഹിബിസ്കസ്, ചെമ്പരത്തി അല്ലേ. പിന്നെന്തുവാ? പഗോഡ ഫ്ലവർ, കൃഷ്ണ കിരീടം,
കൃഷ്ണകിരീടം എന്ന് പറഞ്ഞ ഒരു ചെടിയുടെ പൂ തന്നിട്ടുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് നൈറ്റ്, അത് നമുക്കറിയാം നിശാഗന്ധി അല്ലേ, നിശാഗന്ധിയുടെ തന്നിട്ടുണ്ട്. പിന്നെ മിറാക്കിൾ ലീഫ് പ്ലാന്റ് അല്ലെങ്കിൽ ഇലമുളച്ചി, ഇലമുളച്ചിയുടെ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് താഴത്ത് നമ്മളോട് ചോദിച്ചിരിക്കുക, വിച്ച് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ഇൻ ദ പിക്ചർ ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്. ചിത്രത്തിൽ കാണുന്ന സസ്യങ്ങളിൽ ഏത് ഭാഗത്ത് നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. Okay, visit the biodiversity garden and collect information. Grow plants other than from seed in the biodiversity garden and record the inferences. ജൈവവൈവിധ്യ ഉദ്യാനം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കൂ. വിത്തിൽ നിന്നല്ലാതെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ സസ്യങ്ങൾ വളർത്തി നോക്കി നിഗമനങ്ങൾ കണ്ടെത്തുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുകളിലത്തെ ചിത്രങ്ങൾ നോക്കിക്കേ. ഹിബിസ്കസിൻ്റെ വിത്തിൽ നിന്നാണോ ചെടി മുളയ്ക്കുന്നത്? അല്ല അല്ലേ, നമുക്കറിയാം അതിൻ്റെ സ്റ്റെമ്മാണ്, കമ്പാണ് നമ്മൾ കുത്തിവെച്ച് കമ്പ് വെട്ടി മണ്ണിൽ വെച്ചാണ് ഹിബിസ്കസ് ഉണ്ടാകുന്നത്, അല്ല വിത്താണ് നമ്മൾ കുഴിച്ചിടുന്നത് അല്ല. അപ്പോൾ അത് തണ്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അടുത്ത നിശാഗന്ധി, അതെങ്ങനെയാണ് കിളിപ്പിക്കുന്നത്? അത് ജെർമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഇലയിൽ നിന്ന്, ലീഫിൽ നിന്നാണ്. ലീഫ് നമ്മൾ മണ്ണിൽ കുഴിച്ച് വെച്ചാണ് അത് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് ലീഫ് കുഴിച്ച് വെച്ചിട്ടാണ് പുതിയ ചെടിയായി വളരുന്നത്. പിന്നെ അടുത്തത് കൃഷ്ണകിരീടം അല്ലേ, പഗോഡ ഫ്ലവർ എങ്ങനെയാണ്? അതിൻ്റെ പുതിയ സസ്യങ്ങൾ, പുതിയ തൈകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ നമ്മുടെ അതിൻ്റെ വേരുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലേ, വിത്തുകളിൽ നിന്നല്ല, വേരുകളിൽ നിന്നാണ് പുതിയ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ എന്താ, ബ്രയോഫിലം അല്ലേ, ഇലമുളച്ചി. മിറാക്കിൾ ലീഫ് പ്ലാന്റ് എന്ന് വെച്ചാൽ ഇലമുളച്ചി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിൽ നിന്ന് പുതിയ ചെറിയ തൈകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതും അതിൻ്റെ ഇലകളിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് അല്ലേ. ഓക്കെ, സീഡ്സ് ഇൻ മെനി പ്ലേസസ്, എന്ന് വെച്ചാൽ വിത്തുകൾ പലയിടങ്ങളിലുള്ള വിത്തുകൾ പലയിടങ്ങളിൽ. സീ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മലബാർ പ്ലം ഞാവൽ ട്രീ. മലബാർ പ്ലം എന്ന് വെച്ചാൽ ഞാവലാണ്, ഞാവൽ ട്രീ ആൻഡ് ദ ബേർഡ്. ഇവിടെ എന്താ, ഞാവൽ മരവും പക്ഷിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ശ്രദ്ധിക്കാനാണ് പറയണത്. താഴത്ത് ഒരു പക്ഷിയുടെ പടം തന്നിട്ടുണ്ട്, ഒരു ഞാവൽ മരത്തിൻ്റെ പടം തന്നിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു സംഭാഷണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ട്രീ. അപ്പം ഞാവൽ ട്രീ പറയുക, വൈ ആർ യു ഈറ്റിംഗ് മൈ ഫ്രൂട്ട്? നീ എന്തിനാണ് എൻ്റെ പഴം തിന്നുന്നത്? അപ്പോൾ ബേർഡ് പറയുവാണ്, ഐ എം നോട്ട് ഓൺലി ഈറ്റിംഗ് യുവർ ഫ്രൂട്ട് ആൻഡ് സാറ്റിസ്ഫൈ മൈ ഹങ്കർ, ഐ ആം ഓൾസോ ക്യാരിയിങ് ദ സീഡ്സ് ടു മെനി പ്ലേസസ്. എന്താ പക്ഷി പറയുന്നത്? നിൻ്റെ പഴം തിന്ന് വിശപ്പടക്കുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത് വേറെ? നിൻ്റെ വിത്ത് പല സ്ഥലങ്ങളിൽ ഞാൻ എത്തിക്കുന്നുമുണ്ട് അല്ലേ. അങ്ങനെയാണ് ബേർഡ് പറയുന്നത്. അപ്പം ഞാവൽ ട്രീ പറയുക, ഈവൻ ഇഫ് യു ആർ നോട്ട് ദെയർ വിൽ മൈ സീഡ് നോട്ട് ഫോൾ ഡൗൺ ആൻഡ് ജെർമിനേറ്റ്. എന്താ പറയുന്നത്? നീ ഇല്ലെങ്കിലും എൻ്റെ വിത്ത് താഴെ വീണ് മുളയ്ക്കില്ലേ എന്നാണ് ട്രീ പറയുന്നത്. ട്രീ ചോദിക്കുക, ബേർഡ് എന്നാ പറയും? ഡു യു ഹാവ് ഇനഫ് സ്പേസ് ഫോർ സോ മെനി സീഡ്സ് ടു ഗ്രോ അണ്ടർ യു? അപ്പം പക്ഷി ചോദിക്കുക, ഇത്രയും അധികം വിത്തുകൾ നിൻ്റെ ചുവട്ടിൽ വളരാൻ വേണ്ട സ്ഥലമുണ്ടോ അല്ലേ എന്നാണ് പക്ഷി ചോദിക്കുന്നത്. വാട്ട് ക്രീച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ട്രാൻസ്പോർട്ട് പ്ലാന്റ് സീഡ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ലൈക്ക് ദിസ്? ഇതുപോലെ സസ്യത്തിൻ്റെ വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തിക്കുന്ന ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാമെന്നാണ് നമുക്കറിയാം അല്ലേ. എന്താണ്, ഏതൊക്കെ ജീവികൾ ഏതൊക്കെ ജീവികളെ നമുക്കറിയാം വിത്തുകളൊക്കെ പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്? നമുക്ക് എല്ലാ ബേഡ്സും അല്ലേ, ഓൾമോസ്റ്റ് എല്ലാ ബേഡ്സും നമുക്കറിയാം വിത്തുകൾ പല സ്ഥലങ്ങളിൽ എത്തിക്കും. പിന്നെ എന്തുവാ, സ്ക്യൂറൽ നമുക്കറിയാം. പിന്നെ അണ്ണാൻ അല്ലേ, പിന്നെ ബാറ്റ്, വവ്വാൽ എത്തിക്കത്തില്ല. അപ്പം ഓൾമോസ്റ്റ് ഓൾ ബേഡ്സ് പിന്നെ സ്ക്യൂറൽ, ബാറ്റ് അത് നമ്മൾ കൊടുക്കാം. ബാറ്റ് ഇവരുടെ പേര് നമുക്ക് ഏകദേശം അറിയാം. പിന്നെ എന്തുവാ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹ്യൂമൻസ് ഇൻ ഡെലിവറിങ് സീഡ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്? എന്ന് വെച്ചാൽ എന്തുവാ, വിത്ത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിൽ മനുഷ്യനുള്ള പങ്കെന്ന്. അപ്പം നമ്മൾ ഇപ്പോൾ അതായത് ജീവികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. വിത്ത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ജീവികൾ എന്തൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ജീവികളാണ് നമ്മൾ പഠിച്ചല്ലേ. ഓൾമോസ്റ്റ് എല്ലാ ബേഡ്സും അണ്ണാനും വവ്വാലൊക്കെ അവിടെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് വിത്തുകൾ പല സ്ഥലത്തിൽ കൊണ്ടിടുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള വിത്ത് പല സ്ഥലം എത്തിക്കുന്നതിൽ മനുഷ്യനുള്ള പങ്ക് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാമല്ലേ മനുഷ്യന് എങ്ങനെയൊക്കെ വിത്തുകൾ പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്? നമുക്ക് അഗ്രികൾച്ചറിൽ നമ്മൾ എത്തിക്കുന്നില്ലേ റോള്, മനുഷ്യനൊരു പങ്കില്ലേ? കൃഷി സ്ഥലങ്ങളിലൊക്കെ പലതരത്തിലും നമുക്കറിയാം ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട്, ഒരുപാടല്ലേ. അപ്പോൾ ആ ഓരോ കൃഷി സ്ഥലങ്ങളിലേക്കും വിത്തുകൾ എത്തിക്കുന്ന ആരാ? മനുഷ്യരിലേക്ക് വിത്തുകൾ എത്തിക്കുന്ന പലതരം വെജിറ്റബിൾസിൻ്റെയൊക്കെ വിത്തുകൾ എത്തിച്ച് കൃഷി ചെയ്യുന്നതിന് വേണ്ടി സീഡ് എത്തിക്കുന്നത് ആരാ?
മനുഷ്യരാണ്. പിന്നെ നമ്മൾ റീഫോറസ്റ്റേഷൻ ആൻഡ് കൺസർവേഷൻ കൊടുക്കാം. റീഫോറസ്റ്റേഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഈ അതായത് നമ്മുടെ ഈ വനനശീകരണം സംഭവിച്ച മേഖലകളിലൊക്കെ വിത്ത് പാകി മുളപ്പിച്ച് വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അവിടെ എക്കോസിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വിത്ത് കൊടുത്തു വിടുന്നു, അല്ലെ വിത്ത് കൊടുക്കുന്നു, പല സ്ഥലങ്ങളിലേക്കും കൊടുക്കുന്നു. അതായത് അഗ്രികൾച്ചർ, റീഫോറസ്റ്റേഷൻ ആൻഡ് കൺസർവേഷൻ കൊടുക്കാം. പിന്നെ ബയോഡൈവേഴ്സിറ്റി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു, വിത്തുകൾ എത്തിക്കുന്നു, അല്ലേ? പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പല പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മൾ വിത്തുകൾ എത്തിക്കുന്നു. സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ്. അപ്പം സീഡ് ഡിസ്പേഴ്സൽ എന്നാണ് പഠിക്കണം നമ്മൾ കേട്ടോ. സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. എന്തുവാ? മാതൃസസ്യത്തിൽ നിന്നും, മദർ പ്ലാന്റ് എന്ന് വെച്ചാൽ മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് എന്ത്? സീഡ് ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ വിത്ത് വിതരണം. വൈ സീഡ് ഡിസ്ട്രിബ്യൂഷൻ? വിത്ത് വിതരണം എന്തിനാണ് നമ്മളിങ്ങനെ വിത്തൊക്കെ വിതരണം ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. If all the seeds of a plant fall and germinate at the base of the plant, they will not get to the soil, water, sunlight and minerals they need to grow. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ സോയിൽ, അല്ലെ, മണ്ണ്, വാട്ടർ, വെള്ളം, സൺലൈറ്റ്, സൂര്യപ്രകാശം, മിനറൽസ് എന്ന് വെച്ചാൽ ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. ശരിയല്ലേ? ഒരു സസ്യത്തിൻ്റെ വിത്ത്, ഇപ്പോൾ ഒരു മരത്തിന് ഒരുപാട് ഫ്രൂട്ടുകളുണ്ട്, അതിൻ്റെ എല്ലാ വിത്തുകളും താഴെ വീണുവാണെങ്കിൽ അതിനെല്ലാം വളരാനുള്ള ഇത് കിട്ടുമോ? അതിനുള്ള സാഹചര്യം കിട്ടുമോ? ഇല്ല. അപ്പം ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്ക് ആവശ്യമായ എല്ലാ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതുലവണം എന്നിവ ലഭിക്കില്ല. അതായത് സോ ദ സീഡ്സ് ഹാവ് ടു ബി ഡിസ്പേഴ്സ്ഡ് ടു മെനി പ്ലേസസ്. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്, അല്ലേ? ചെയ്യപ്പെടേണ്ടതുണ്ട് നമുക്കറിയാം. പിന്നെ this is the reason why different plants are found in one region and one plant is found in different regions. എന്താ പറഞ്ഞിരിക്കുന്നത്? വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും. മനസ്സിലായോ? ഒരു പറമ്പിൽ തന്നെ ഒരുപാട് സസ്യങ്ങൾ ചിലപ്പോൾ കാണാം, അല്ലേ? ഒരേ തരത്തിലുള്ള സസ്യങ്ങളാണ് നമ്മുടെ പറമ്പിലൊക്കെ. നോക്കിക്കോ, ഒന്ന് കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ പറമ്പിലൊക്കെ എഴുന്നേറ്റ് നോക്കിയേ, ഒരേ ടൈപ്പിലുള്ള സസ്യങ്ങളാണോ? എല്ലാം അല്ല. ഒരു വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇതുമൂലമാണ്. അപ്പം മനസ്സിലായ? അതായത് വിവിധ സസ്യങ്ങൾ നമ്മുടെ പറമ്പിൽ നോക്കുവാണെങ്കിൽ ഒത്തിരി സസ്യങ്ങളുണ്ട്, അല്ലേ? മാത്രമല്ല ഇവിടെ നമ്മുടെ പറമ്പിൽ ഒരു ഞാവൽമരം ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ അത് വേറെ സ്ഥലത്ത് ഒരു സസ്യം വിവിധ പ്രദേശം, നമ്മുടെ ഞാവൽമരം വേറെ സ്ഥലത്ത് അപ്പുറത്തെ പറമ്പിൽ കാണും, അല്ലെങ്കിൽ 2 വീട് അപ്പുറത്തുള്ള പറമ്പിൽ കാണും, അല്ലേ? ആ ഞാവൽമരം തന്നെ അവിടെയും കാണാം. അപ്പോൾ എന്താ? വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും എന്ത് മൂലമാണ്? ഈ സീഡ് ഡിസ്പേഴ്സൽ മൂലമാണ്. മനസ്സിലായ മക്കളെ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്തുവാ? അഡാപ്റ്റേഷൻസ് ഫോർ സീഡ് ഡിസ്പേഴ്സൽ എന്ന് വെച്ചാൽ എന്തുവാ? വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത്. ഓക്കെ. ഹൗ ഡസ് കോക്കനട്ട് അഡാപ്റ്റ് ഫോർ ഫ്ലോയിങ് ത്രൂ വാട്ടർ? വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നതിന് തേങ്ങയ്ക്കുള്ള അഡാപ്റ്റേഷൻസ് എന്തെല്ലാമാണ്, അല്ലെ? അനുകൂലനങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ ഉത്തരം നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കിക്കേ. ഈവൻ ഇഫ് ഇറ്റ് റിമെയിൻസ് ഇൻ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റോട്ട്, അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ഇത് ചീഞ്ഞു പോകത്തില്ല, അല്ലേ? തേങ്ങ ചീഞ്ഞു പോകില്ല. അതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്, അതിൻ്റെ ഒരു അനുകൂലനമാണ് അത്. അടുത്ത് നോക്കിക്കേ. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ ആസ് ദ ഹസ്ക് ഈസ് ഫിൽഡ് വിത്ത് എയർ. ഹസ്ക് എന്ന് വെച്ചാൽ തേങ്ങയുടെ പുറത്ത് കാണപ്പെടുന്ന തൊണ്ടിനെയാണ് ഹസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ ആസ് ദ ഹസ്ക് ഈസ് ഫിൽഡ് വിത്ത് എയർ. തൊണ്ടിൽ വായു നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് തേങ്ങാ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പം വെള്ളത്തിൽ കൂടെ പോകാനുള്ള, അതായത് വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നതിന് തേങ്ങയ്ക്കുള്ള അഡാപ്റ്റേഷൻസ് എന്തെല്ലാമാണ്? ഒന്നാമത്തത്, ഇത് കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോകില്ല, അല്ലേ? ഈവൻ ഇഫ് ഇറ്റ് റിമെയിൻസ് ഇൻ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റോട്ട്. സെക്കൻഡ് വൺ എന്തുവാ? ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ ആസ് ദ ഹസ്ക് ഈസ് ഫിൽഡ് വിത്ത് എയർ. തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ ഇത് പൊങ്ങിക്കിടക്കും. ഓക്കെ. അടുത്ത നോക്കിക്കേ. വാട്ട് കുഡ് ബി ദ റീസൺ ബിഹൈൻഡ് ദ അപ്പുപ്പൻ താഡീസ് ഓർ മിൽക്ക് വീഡ് പാപ്പസ് ഫ്ലൈയിങ് ഇൻ ദ വിൻഡ്? ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പുപ്പൻ താടി കാറ്റി പറക്കാൻ കാരണം എന്താ? ഈ അപ്പുപ്പൻ താടിക്കും നമ്മുടെ തേങ്ങയുടെ കൂട്ട് തന്നെ അനുകൂലനങ്ങളുണ്ട്, അല്ലേ? തേങ്ങ വെള്ളത്തിൽ ഒഴുകി പോകുന്ന അനുകൂലനങ്ങൾ പഠിച്ചു.
അഡാപ്റ്റേഷൻസ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അപ്പുപ്പൻ താടി അല്ലെങ്കിൽ മിൽക്ക് വീഡ് പാപ്പസിനും കാറ്റിലൂടെ പറന്നു നടക്കാൻ കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതേതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, നോക്കിക്കേ. 3 അപ്പുപ്പൻ താടിയുടെ പടം തന്നിട്ടുണ്ട്. നോക്കിക്കേ, എന്തൊക്കെ അനുകൂലം എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആകാം ഈ പടം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കാറ്റിലൂടെ പറന്ന് നടക്കാനുള്ള ഇതിൻ്റെ അനുകൂലങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? പറയട്ടെ ടീച്ചർ. ദ ഫ്ലഫി സ്ട്രക്ചർ അറ്റാച്ച്ഡ് ടു ദ മിൽക്ക് വീഡ് സീഡ്സ്. ദ ഫ്ലഫി സ്ട്രക്ചർ എന്ന് വെച്ചാൽ മൃദുവായ സ്ട്രക്ചർ. ഈ മിൽക്ക് വീഡ് സീഡിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫ്ലഫി സ്ട്രക്ചറാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താ നോക്കിക്കേ, ഇത് കുറച്ച് ഫൈൻ ആയിട്ടുള്ള സിൽക്കി ഹെയർസ് കണ്ടോ ഇതിന് മുകളിലായിട്ട്? ഫൈൻ സിൽക്കി ഹെയർസ് അലൗവിങ് ദ സീഡ്സ് ടു ബി ക്യാരിഡ് ബൈ ദ വിൻഡ്. കാറ്റിൽ പറക്കാൻ ഈ ഫൈൻ ആയിട്ടുള്ള ചെറിയ സിൽക്കി ഹെയർസും കാറ്റിൽ പറന്നു പോകാൻ ഇതിനെ സഹായിക്കുന്നു. ഈ മിൽക്ക് വീഡ് സീഡിനെ സഹായിക്കുന്നു അല്ലേ? അപ്പം അപ്പുപ്പൻ താടിയുടെ എന്തെല്ലാം അഡാപ്റ്റേഷൻസ് ആണ് കാറ്റിൽ പറക്കാൻ സഹായിക്കുന്നത്? ഒന്ന്, ദ ഫ്ലഫി സ്ട്രക്ചർ അറ്റാച്ച്ഡ് ടു മിൽക്ക് വീഡ് സീഡ്സ്. രണ്ടാമത്തെ, ഫൈൻ സിൽക്കി ഹെയർസ് അലൗവിങ് ദ സീഡ്സ് ടു ബി ക്യാരിഡ് ബൈ ദ വിൻഡ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അപ്പുപ്പൻ താടി കാറ്റിലൂടെ പറന്നു പോകുന്നത്. അടുത്ത നോക്കിക്കേ, വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൗണ്ട് യു ദാറ്റ് ആനിമൽ ആൻഡ് ബേർഡ്സ് ഈറ്റ്. നമുക്ക് ചുറ്റും നോക്കിക്കേ, നമുക്ക് ചുറ്റുമുള്ള ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്? എന്തൊക്കെ ഫലം നമുക്കറിയാമല്ലോ, ഇഷ്ടംപോലെ ഫ്രൂട്ട്സുകളുണ്ടല്ലേ? പിന്നെ പേരയ്ക്കയുണ്ട്, പോംഗ്രാനൈറ്റ് ഉണ്ട്, ചെറി ഉണ്ട്, മൾബറി ഉണ്ട്, ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് നമുക്ക് ചുറ്റും പക്ഷികളും മൃഗങ്ങളും ഒക്കെ കഴിക്കുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഫോർ അട്രാക്റ്റിംഗ് ബേഡ്സ്. ഈ ഫലങ്ങൾക്ക്, ഈ ഫ്രൂട്ട്സിനൊക്കെ പക്ഷികളെ, ബേഡ്സിനെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട്, ഫ്ലഷി പാർട്സ് എന്ന് വെച്ചാൽ എന്തുവാ? മാംസളമായ ഭാഗങ്ങൾ. പിന്നെ നമുക്കറിയാം അല്ലേ, എന്തൊക്കെ ഉണ്ടായിരിക്കും ബേഡ്സുകൾ ഇങ്ങനെ ആകർഷിക്കുന്നത്? ഫ്രൂട്ട്സിനെ സ്മെല്ല് കൊണ്ടല്ലേ? സ്മെൽ പറയാം നമുക്ക്, മണം കൊണ്ട്. പിന്നെ കളർഫുൾ, നല്ല പിന്നെ മാങ്ങയൊക്കെയാണ് നല്ല പഴുത്ത് നല്ല മഞ്ഞ കളർ നിൽക്കുമ്പോൾ അത് ബേഡ്സിനെ ആകർഷിക്കും. അപ്പം സ്മെല്ല് ആകർഷിക്കാം, കളർഫുൾ അല്ലേ? നല്ല കളറിൽ നിൽക്കുന്ന പഴങ്ങൾ ആകർഷിക്കാം. പിന്നെന്തോ അട്രാക്റ്റ് ചെയ്യുന്ന സ്വീറ്റ് അല്ലേ? പഴങ്ങളുടെ മധുരം ബേഡ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക അല്ലെ, ആകർഷിക്കാം. ഇതൊക്കെയാണ് ഈ നമ്മളെ പക്ഷികളെ ഫലങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഫ്ലഷി പാർട്സ്, സ്മെല്ല്, കളർഫുൾ, സ്വീറ്റ്, ഇതൊക്കെ ആകർഷിക്കാം. അടുത്ത് നോക്കിയേ, ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് സം എഡിബിൾ ഫ്രൂട്ട്സ് ഹാവ് പാർട്സ് ദാറ്റ് ഹെൽപ്പ് ദം സ്റ്റിക്ക് ടു അതർ തിങ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റ് വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചില ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഫ്രൂട്ട്സുകളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ എന്താ പറയുക, മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 2 എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള 2 ചെടികളുടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതൊക്കെയാ, ഷഫ് ഫ്ലവർ എന്ന് വെച്ചാൽ കടലാടി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വിത്തുകൾ ഡിസ്പേഴ്സ് ചെയ്യുന്ന ഒരിക്കലും കാറ്റിലൂടെ ഒന്നുമല്ല, അത് മറ്റുള്ള വേറൊരു വസ്തുക്കളിലാണ് ഇത് പറ്റിപ്പിടിച്ചിട്ട് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്, സീഡ് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നോക്കിയേ, ലവ് ഗ്രാസ് നമുക്ക് അസ്ത്രപ്പുല്ല് അല്ലേ? നമ്മൾ റോഡിലൂടെയൊക്കെ നടന്നു വരുമ്പോൾ ഈ അസ്ത്രപ്പുല്ല്, ലവ് ഗ്രാസ് നമ്മുടെ ഉടുപ്പിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ വഴിക്ക് വെച്ചത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കുടഞ്ഞ് താഴെ ഇടും. ശരിക്കും പറഞ്ഞാൽ അത് സീഡ് ഡിസ്പേഴ്സലാണ് കാണിക്കുന്നത്. അതിന് ശരിക്കും സീഡ് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, കാറ്റിലൂടെ വാട്ടറിലൂടെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് മറ്റുള്ള വസ്തുക്കളല്ലേ, മറ്റുള്ള ഇതിൽ പറ്റിപ്പിടിച്ചിട്ടാണ് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 എക്സാമ്പിളാണ്. അങ്ങനെയുള്ള സസ്യങ്ങൾക്ക് 2 എക്സാമ്പിളുകളാണ് ഏത്? ഷഫ് ഫ്ലവറും ലവ് ഗ്രാസും. ഓക്കെ, അടുത്ത് നോക്കിയേ, ഹൗ ഡു ദീസ് അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ? ഈ അനുകൂലനങ്ങൾ വിത്ത് വിതരണത്തിന് സഹായമാകുന്നത് എങ്ങനെയെന്ന് അതാണിപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ഉത്തരം. ഇതിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. What plants do you know that burst and release seeds when they ripen? പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന ഏതെല്ലാം സസ്യങ്ങളെ നമുക്കറിയാം? റബ്ബർ അല്ലേ? റബ്ബർ ബേസ്റ്റ് ചെയ്തല്ലേ? ഇത് പാകമായി കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും അല്ലേ? പൊട്ടിത്തെറിച്ചിട്ടാണ് അതിൻ്റെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. പിന്നെ ബാൾസം നമുക്കറിയാം, ചെറിയ വിത്തുകളായിരിക്കും അതിനകത്ത്
കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പാകമാകുമ്പോൾ തന്നെ പൊട്ടിത്തെറിച്ച് നേരെ താഴ്ത്ത് വീഴുന്നു അല്ലേ. എന്നിട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ലേഡീസ് ഫിംഗർ പറയാം അല്ലേ, ബെസ്റ്റിങ് ലേഡീസ് ഫിംഗർ പറയാം, പീ അല്ലേ, കുക്കുംബർ, സൺഫ്ലവർ, ഇതെല്ലാം നമുക്ക് എക്സാമ്പിളായിട്ട് ഇതിന് പറയാം. നോക്കിയേ, അടുത്ത് നോക്കിക്കേ. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് വിവിധ സസ്യങ്ങളിലെ വിത്ത് വിതരണ രീതി, സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്സ് കണ്ടുപിടിച്ചതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു പടം തന്നിട്ടുണ്ട് ഇവിടെ. നോക്കിയേ, ത്രൂ വിൻഡ്. വിൻഡിലൂടെ നമുക്ക് എക്സാമ്പിൾ ഒരു തന്നിട്ടുണ്ട്, മിൽക്ക് വീഡ് പാപ്പസ്. അപ്പോൾ വിൻഡിലൂടെ വിത്ത് വിതരണം നടത്തുന്ന, കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് എക്സാമ്പിളുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ത്രൂ വിൻഡ് ഏത് എഴുതാം, നമുക്ക് തന്നിട്ട് നമുക്കറിയാം, മിൽക്ക് വീഡ് പാപ്പസ് അറിയാം. പിന്നെ ഏതൊക്കെ അറിയാം വിൻഡിലൂടെ ഉള്ളത്? പൈൻ ട്രീസ് അല്ലേ, പൈൻ ട്രീസ് വിൻഡിലൂടെ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നതാണ്. പിന്നെ കോട്ടൺ വുഡ് ട്രീസും നമുക്ക് എഴുതാം, അതും വിൻഡിലൂടെ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്ന സസ്യങ്ങളാണ്. പിന്നെ നോക്കിയേ, ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ എങ്ങനെയാണ് സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നത്? ബേസ്റ്റിങ് വഴി അല്ലേ. ബേസ്റ്റിങ്, പൊട്ടിത്തെറിച്ച് അല്ലേ, പൊട്ടി തന്നെ പാകമാകുമ്പോൾ തന്നെ പൊട്ടിയാണ് ലേഡീസ് ഫിംഗർ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നത്. അപ്പം ത്രൂ ബേസ്റ്റിംഗ് കൊടുക്കുക അവിടെ, ത്രൂ ബേസ്റ്റിംഗ്. അപ്പം ലേഡീസ് ഫിംഗർ. പിന്നെ നമുക്ക് പീ എഴുതാം, പയറ് ചെടികൾ. പിന്നെ കുക്കുംബർ എഴുതാം, കുക്കുംബറും അതുപോലെ ചെയ്യാറുണ്ട്. പിന്നെ സൺഫ്ലവറും ഇതുപോലെ പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് സീഡ് ഡിസ്പേഴ്സൽ നടത്താറുണ്ട്. പിന്നെ നമുക്ക് കൊടുക്കാം അടുത്ത് എന്തുവാ, കോക്കനട്ട് തന്നിട്ടുണ്ട്. അപ്പം ത്രൂ വാട്ടർ ആയിരിക്കും. അപ്പോൾ ത്രൂ വാട്ടറിലൂടെ വിത്ത് വിതരണം നടത്തുന്ന ഏതൊക്കെയാണ്? കോക്കനട്ട് കൊടുക്കാം. പിന്നെ വാട്ടർ ലില്ലി, ലോട്ടസ്, മാൻഗ്രോവ്സ് അല്ല, ഇതൊക്കെ നമുക്ക് കൊടുക്കാം എക്സാമ്പിളായിട്ട്. പിന്നെ അടുത്ത് എന്തുവായിരുന്നു? ഗോവ. ഗോവ എന്ന് വെച്ചാൽ ത്രൂ ആനിമൽസ് ഓർ ബേഡ്സ് നമുക്ക് കൊടുക്കാം. ബേഡ്സ് വഴി നടത്തുന്ന ഏതൊക്കെയാണ്? ഗോവ കൊടുക്കാം. ചെറി, മൾബറി, പോം ഗ്രാനൈറ്റ്, ഇതൊക്കെ നമ്മൾ എന്തുവാ ത്രൂ ബേഡ്സ് ആൻഡ് ആനിമൽസ് വഴി സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നതാണ്. അടുത്ത് നോക്കിയേ, വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് സീഡ്സ്? എന്തെല്ലാമാണ് സീഡ്സിൻ്റെ മറ്റുപയോഗങ്ങൾ? എന്തെല്ലാമാണ് സീഡ്സിൻ്റെ മറ്റുപയോഗങ്ങൾ? നോക്കിക്കേ, നമുക്കറിയാം അല്ലേ, നമ്മൾ ഫുഡായിട്ട്, യൂസസ് ഓഫ് ഫുഡായിട്ട് ഉപയോഗിക്കും സീഡ് അല്ലേ. സീഡ് നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കും. എങ്ങനെ ഏതൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഗ്രെയിൻസുകൾ അല്ലേ. ഗ്രെയിൻസ് ഏതൊക്കെയാണ്? ധാന്യങ്ങൾ, റൈസ്, വീറ്റ്, ഇതൊക്കെ നമ്മൾ ഫുഡായിട്ട്, അതൊക്കെ ധാന്യങ്ങളാണ്, ഇതൊക്കെ സീഡുകളാണ്, നമ്മൾ ഫുഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് സീഡ്സിൻ്റെ യൂസസ്? ഓയിൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കും അല്ലേ, ഓയിൽ പ്രൊഡക്ഷൻ, എണ്ണ ഉൽപ്പാദനം, എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഏതൊക്കെ സീഡ്സുകളാണ് ഉപയോഗിക്കുന്നത്? സൺഫ്ലവർ സീഡ് ഉപയോഗിക്കും അല്ലേ, സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, ഇതൊക്കെ നമ്മൾ സീഡ്സിൽ നിന്നുണ്ടാക്കുന്ന ഓയിലുകളാണ്. പിന്നെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും സീഡ്സ്? ആനിമൽ ഫീഡായിട്ട് ഉപയോഗിക്കും അല്ലേ, മൃഗങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട്. അത് കോൺ, സോയാബീൻ, അതൊക്കെ നമ്മൾ മൃഗങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ ആനിമൽ ഫീഡായിട്ടും എന്തുപയോഗിക്കുന്നു? സീഡ്സ് ഉപയോഗിക്കുന്നു. അടുത്ത് നോക്കിക്കേ, വാട്ട് സീഡ് ക്രാഫ്റ്റ്സ് ഡു യു നോ? വിത്തുകൾ ഉപയോഗിച്ചുള്ള ഏതെല്ലാം കരകൗശലങ്ങൾ നിങ്ങൾക്കറിയാം? നമുക്കിവിടെ നല്ലൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. സീഡ്സുകളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു നല്ല കരകൗശലം നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കേ എല്ലാ മക്കളെല്ലാവരും, നല്ല ഭംഗിയുണ്ടല്ലേ. അതുപോലെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വിത്ത് ഉപയോഗിച്ച് ഇതുപോലെ പലതരത്തിലുള്ള കരകൗശലങ്ങൾ ഉണ്ടാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.